ഹായ് ഫ്രണ്ട്സ്, ഒരു 3 to 4 ഇയേഴ്സ് കിഡ്സിന് റൈറ്റിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കുറച്ച് ഐഡിയ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ 1-2 ആഴ്ച അവർ ചുമ്മാ ഇങ്ങനെ പെന്നും പേപ്പറും വെച്ച് വരഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോഴേ പെന്ന് പിടിക്കാനുള്ള പൊസിഷൻസൊക്കെ അവർ റെഡി ആയിട്ട് വരുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ലൈൻസും കർവ്സും കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ സ്ലീപ്പിംഗ് ലൈൻ, ദെൻ അത് കഴിഞ്ഞിട്ട് സ്ലാൻഡിങ് ലൈൻ 2 ടൈപ്സ്, ഡൗൺ ലെഫ്റ്റ് വേർഡും റൈറ്റ് വേർഡും. അത് കഴിയുമ്പോഴേക്കും കർവ്സ് സി കർവ്, ഇൻവേർട്ടഡ് സി കർവ്, അപ്വേർഡ് കർവ് ആൻഡ് ഡൗൺവേർഡ് കർവ്. സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈൻസും എഴുതുന്ന കുറച്ച് ലെറ്റേഴ്സാണ് എഫ്, എച്ച്, ഇ, അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ്. സ്ലാൻഡിങ് ലൈൻ യൂസ് ചെയ്യുന്നതാണ് കെ, അതുപോലെ എം, ഡബ്ല്യു എല്ലാം. പിന്നെ കർവ്സ് യൂസ് ചെയ്യാൻ മിക്കവാറും സ്മോളർ കേസ് ലെറ്റേഴ്സിലാണ്. നമ്മളെപ്പോഴും ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നതിനേക്കാളും ഒരു ബ്ലോക്ക് വരച്ചു കൊടുത്തിട്ട് അതിനുള്ളിൽ ഡ്രോ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഈസി. അപ്പം ആ ഒരു ലൈൻ ട്രേസ് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് ആ ബ്ലോക്കിനുള്ളിൽ ഇങ്ങനെ വരയാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ടിരിക്കും. ഇതിനിപ്പോൾ ഒരു സ്റ്റാൻഡിങ് ലൈനിൻ്റെയും സ്ലീപ്പിംഗ് ലൈനിൻ്റെയും സ്ലാൻഡിങ് ലൈനിൻ്റെയും ആക്ടിവിറ്റി ഷീറ്റാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ മോന് ബ്ലോക്സ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. എൻ്റെ ബ്ലോക്സിൻ്റെ വിഡ്ത്ത് കുറച്ച് കൊണ്ടുവന്നു. അതിനുശേഷം ഞാനിതുപോലെ ട്രേസ് ചെയ്യാനുള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കുക ചെയ്തത്. കുഞ്ഞുങ്ങളിങ്ങനെ ട്രേസ് ചെയ്താൽ മതി. ഫസ്റ്റൊക്കെ കുഞ്ഞുങ്ങൾ ട്രേസ് ചെയ്യുമ്പം ഇനി ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളണമെന്നില്ല. അത് കുഴപ്പമില്ലാതെ അവർ പയ്യെ ക്ലിയർ ചെയ്ത് എടുത്തോളും. അപ്പം ഇനിയിപ്പോൾ അത് കണ്ടിന്യൂസ് ഒരു ലൈൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കൊണ്ട് ആദ്യം കുഞ്ഞു ലൈൻസായിട്ട് വരപ്പിക്കാം. ഫൈനലി അവർ അത് ഒരു ഫുൾ ലൈൻ വരയ്ക്കണ രീതിയിലാക്കുക. അതായത് അതിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് അവർക്ക് കൈവിടാതെ ഒരുമിച്ച് വരയ്ക്കാൻ പറ്റണം എന്നുള്ളതാണ് ഫൈനലി ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ലൈനും ചെയ്തിരിക്കുകയാണ്. ഇനിയൊരു ബട്ടർഫ്ലൈയും ഫ്ലവറും ചെയ്തു. അതിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് മോനോട്. നെക്സ്റ്റ് ഒരു സ്ലാൻഡിങ് ലൈനിൻ്റെ വർക്ക്ഷീറ്റാണ്. ഇത് ഞാനൊരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും കമ്പൈനായിട്ട് വരുന്ന ഒരു DIY ഷീറ്റാണ്. അപ്പം ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രേസ് ചെയ്യിക്കുക. ഷേപ്പൊക്കെ ഇച്ചിരി ഒന്ന് താഴോട്ടോ മേലോട്ടായി പോയാൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൈ വിടാതെ സ്റ്റാർട്ട് ടു എൻഡ് ആ സ്ലാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ ആ ഒരു സീക്വൻസിൽ സ്റ്റാർട്ട് ടു എൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫൈനൽ കിട്ടേണ്ടത്. സ്റ്റാൻഡിങ് ലൈനിൻ്റെ ഒരു വർക്ക്ഷീറ്റാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കളർ ഇഷ്ടമായതുകൊണ്ട് ഒരു യെല്ലോ കളറിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ സ്ലോപ്പായിട്ട് പിള്ളേരെ കൊണ്ട് വരപ്പിക്കുക. ആദ്യം കുഞ്ഞു വര വരച്ചിട്ടാണെങ്കിൽ നെക്സ്റ്റ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഫൈനലി അതങ്ങനെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും സ്ലാൻഡിങ് ലൈനും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു വർക്ക്ഷീറ്റാണ് ഇത്. സ്ലാൻഡിങ് ലൈൻ അപ്വേർഡും ഡൗൺവേർഡും പ്രാക്ടീസ് ചെയ്യുന്ന വർക്ക്ഷീറ്റാണ്. ഇത് കർവ്സിൻ്റെ വർക്ക്ഷീറ്റാണ്. ഡൗൺവേർഡും അപ്വേർഡും കർവ്സ് ആണ്. നമ്മളൊരു ഫ്രീ പ്രിൻ്റബിൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിൻ്റെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാവേ ലിങ്ക്. സി കർവിൻ്റെ ഇൻവേർട്ടഡ് സി കർവിൻ്റെ ഒരു വർക്ക്ഷീറ്റാണ്. മോന് കർവ്സ് സ്വതവേ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം ഞാൻ വലുതാക്കിയിട്ടാണ് ട്രേസ് ചെയ്യിപ്പിച്ചത്. പിന്നീട് ചെറുതാക്കി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. റെയിൻബോസും ബലൂണും സ്പൈഡറും പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആക്ടിവിറ്റി ഷീറ്റിലും ആ ഒരു ഓപ്ഷൻസ് എടുത്തു. കർവ്സിൽ റെയിൻബോയും അതുപോലെ തന്നെ സ്പൈഡറും ബലൂൺസും ചെയ്തു. നെക്സ്റ്റ് ഈ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊരു സ്പ്രിംഗ് ഷേപ്പാണ്. ഔട്ട്വേർഡ് ടു ഇൻവേർഡ് ആണ് ചെയ്യിച്ചിരിക്കുന്നത്.